ഹലോ എപ്പോഴാ മുകേഷ് ചേട്ടൻ ഇന്നലെ രാത്രി വലിയ വിളിച്ചത് അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടിയുള്ള സമയം ആയില്ല. ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. ഇപ്പോഴും എവിടെ? ഹലോ ഞാൻ കൊല്ലത്ത് വീട്ടില. നീ എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് വരട്ടെ. എന്നടുത്ത് ഇപ്പൊ ആളിരിപ്പുണ്ട്. ഹലോ ഉമിത ഒരു 10 മിനിറ്റ് വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഹലോ ഗായ്സ്, ഈ വോയിസ് ആരുടെയാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇത് ആരുടെയാണെന്ന്. നമ്മുടെ എന്താ പറയുക, മലയാള സിനിമയിലെ ഒരു നടനും അതിലുപരി അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടെയാണ്. ചില ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ആ ഒരു ഫോൺ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അയ്യേ, ഇയാളൊക്കെ ഇത്രക്കാരനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവില്ല. കാരണം ഒരു സ്ത്രീയെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഞാൻ അങ്ങോട്ട് വരട്ടെ. അപ്പോൾ അവർ പറയുന്നു, അയ്യോ ഇവിടെ ആളിരിപ്പുണ്ട്, എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ശരിക്കും ഇയാളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ട ആ ഒരു വാർത്തകളല്ലേ, പീഡന പരാതിയും അതൊക്കെ സത്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിനൊക്കെ ഉള്ള ഓരോരോ തെളിവുകളാണ് ഇത് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രൈം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്കും അതെടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാടല്ലേ സിനിമയിലൊക്കെ ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനായിരുന്നു മുകേഷൊക്കെ. പഴയ സിനിമകളിലൊക്കെ ഒരുപാട് നല്ല നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനായിരുന്നു. പക്ഷേ പുള്ളിയുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അയ്യോ ഇയാൾക്ക് ഇത്രക്കാരനാണോ എന്ന് ചിന്തിച്ച് പോവാണ്. ഈ മുകേഷ്, അതുപോലെ തന്നെ സിദ്ദിഖ്, ഇവരുടെയൊക്കെ സ്വഭാവം ഈ അടുത്തിടെയാണ് നമ്മൾ ഇത് അറിയാൻ തുടങ്ങിയത്. അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം വന്നതിന് ശേഷമാണ് ചില പ്രമുഖ നടന്മാരുടെ മുഖം മൂടിയൊക്കെ അഴിഞ്ഞു വീണത്. അപ്പോൾ മുകേഷൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള സ്വഭാവക്കാരനാണെന്ന് നമുക്കിപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അഭിനയിക്കുന്ന ആ ഒരു രീതിയല്ല ഇവരുടെ യഥാർത്ഥ സ്വഭാവം അല്ല. ഇവരൊക്കെ നമ്മൾ സിനിമയിൽ വില്ലന്മാരായിട്ട് അഭിനയിക്കാറുണ്ട്, നായകന്മാരായിട്ട് അഭിനയിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് അഭിനയങ്ങൾ ഇവർ കാഴ്ചവെക്കാറുണ്ടെങ്കിലും ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് ഒരു നാണം കെട്ട സ്വഭാവമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മുകേഷിൻ്റെ ഈ ഒരു ഫോൺ കോൾ കേട്ടിട്ട് എനിക്കിത് കേട്ടിട്ട് അയ്യേ എന്നാണ് തോന്നിപ്പോയത്. കാരണം ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ആ സ്ത്രീയുടെ പേരും കാര്യങ്ങളൊക്കെ ആ ഒരു ക്രൈം എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അവരുടെ പേരും കാര്യങ്ങളും ഒന്നും തന്നെ പറയുന്നില്ല. കാരണം അത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോഴത്തേക്കും, ഈ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്കറിയാം അവർ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇനി ഇതുപോലെ എത്ര കഥകൾ നമ്മൾ കേൾക്കാൻ കിടക്കുന്നു. എന്തായാലും മുകേഷിനെതിരായിട്ട് ഒരു നടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലുള്ള ഒരു നടി പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു എന്നിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊന്നും സത്യാവസ്ഥ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മുകേഷൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ കണ്ടില്ല, ഓരോരോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സിദ്ദിഖ് ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അതിൻ്റെയൊന്നും സത്യാവസ്ഥ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും സിനിമാ നടന്മാർക്കും കാശുള്ളവർക്കും ഒക്കെ എന്ത് തോന്നിയാസം വേണേലും കാണിക്കാം. അവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് പൈസയുണ്ട്, പ്രശസ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നൊരു തെറ്റേ അല്ല. അതിൽ നിന്നൊക്കെ അവർ സിമ്പിളായിട്ട് ഊരിപ്പോരും എന്നുള്ളതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ നടന്മാർക്കെതിരെയുള്ള പീഡന പരാതിയൊക്കെ വന്നിട്ട് നടന്മാർ ഏതെങ്കിലും ജയിലിൽ കിടന്നോ അല്ലെങ്കിൽ അവർക്കൊക്കെ അതിനുള്ള ശിക്ഷ കിട്ടിയോ? ഇല്ല, അത്രേ ഉള്ളൂ. കാരണം അവർക്ക് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. അതേപോലെ ഏതെങ്കിലും സാധാരണക്കാരനാണെങ്കിൽ എപ്പം തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ ഇട്ടെന്ന് അല്ലെങ്കിൽ ലോക്കപ്പിൽ ഇട്ടെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ മുകേഷിൻ്റെ ഈ ഒരു
ഫോൺ സംഭാഷണമൊക്കെ കേട്ടില്ലേ, എന്താ ഒരു ഒലിപ്പിക്കലല്ലേ. അയ്യേ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.